എല്ലാവരും മനസ്സിൽ നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ കരുതണം. സമാപന ദുആയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാ. ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ മരണപ്പെട്ടു പോയവരെ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ഹലാലായ എന്തൊക്കെ ഉദ്ദേശമാണ് അറിയുള്ളൂ. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയാമീൻ പറയണോ. ഈ ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ റബ്ബേ നീ ഒരു മാർഗം തരണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവരെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ മനസ്സിൽ കരുതിക്കൂളി. മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ ആരൊക്കെയുണ്ടോ, ഭാര്യ ഭർത്താവ് മക്കള്, നിങ്ങൾ മനസ്സിൽ കരുതണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പതറരുത്. ദുആ തുടങ്ങിയാൽ പടച്ചവനെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. ഔലിയാക്കന്മാര് കടന്നു വരുന്നു. നീ സ്വീകരിക്കണേ അല്ലാഹ്, 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 അല്ലാഹ്,
Allah, 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 Allah. എല്ലാവരും കണ്ണടക്കുക. അവസാനത്തെ ഒരു അസ്മാഉൽ ഹുസ്നയാണ്. എല്ലാവരും കണ്ണടക്കുക. യാ ഗഫാറു യാ അല്ലാഹ്, 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 യാ ഗഫാറു യാ അല്ലാഹ്. പടച്ചവനെ, നീ പൊറുക്കുന്നവനാണ്. ഞങ്ങളുടെ ഏടുകളിൽ ദോഷങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ നീ പൊറുത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാൻ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്നു. ചെയ്തു പോയ ചെറിയ വലിയ മാരക, അറിഞ്ഞ് അറിയാതെ രഹസ്യം പരസ്യമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങള് നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. നിന്റെ അജായിബാകുന്ന കടലിൽ അല്ലാഹുവേ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, പടച്ചവരേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ്. നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. ഇന്ന് ഭക്ഷണം എല്ലാവർക്കും ഒരു സഹോദരനാണ് തന്നത്. പടച്ചവനെ, ദുനിയാവും ആഖിറവും നീ വെളിച്ചാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഹലാലാ ഉദ്ദേശവും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അതേപോലെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാം. ഓപ്പറേഷൻ നാളെ പോവുകയാണ്, കുഴപ്പമില്ലാതിരിക്കാൻ അല്ലാഹുവേ നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ റഹ്മാനെ. അതേപോലെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ അല്ലാഹുവേ ബറക്കത്തും ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഉമ്മയുടെ അസുഖം മാറാം, ബിസിനസ്സിൽ ബറക്കത്ത് ഉണ്ടാവാൻ അല്ലാഹുവേ എല്ലാ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. 6 വർഷമായി മക്കളില്ല പടച്ചോനെ, ഇന്നത്തെ ഈ ഉറൂസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 7 വർഷമായി മോൾക്ക് ഫുഡ് അലർജിയാണ്, അത് മാറിക്കിട്ടാൻ പടച്ചോനെ നീ മാറിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ അലർജി വേണ്ട അല്ലാഹുവേ, നീ ശിവ കൊടുക്കണേ റഹ്മാനെ. കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, കടങ്ങൾ വീടി സലാമത്താവാൻ അല്ലാഹുവേ നീ റാഹത്തും ഐശ്വര്യവും കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയ ബിസിനസ് വീട്ടിൽ ഇരുന്ന് ഓൺലൈനായി ചെയ്യുന്നുണ്ട്. ആദ്യം കിട്ടിയ ഓർഡറിൽ നിന്ന് ചെറിയൊരു സംഖ്യ 650 രൂപ ഇന്നത്തെ സ്വലാത്തിലേക്ക് അല്ലാഹുവേ ബിസിനസ് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മകന്റെ കണ്ണിന് കാശ കിട്ടാൻ അല്ലാഹുവേ നീ പരിപൂർണമായ കാശത്തി തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മകന് വിസ റെഡിയായി കിട്ടാൻ, ടിക്കറ്റ് റാഹത്തായി കിട്ടാൻ അല്ലാഹുവേ എല്ലാം നീ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ വാപ്പ മരിച്ചിട്ട് ഞായറാഴ്ച 13ാമത്തെ ആണ്ടാണ്. അല്ലാഹുവേ നീ പരിപൂർണമായ മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ ദുആ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ ആയിരിക്കണം എല്ലാവരും പങ്കെടുക്കേണ്ടത്. കിട്ടൂലേ? അങ്ങനെയല്ല, കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടെ. ഇന്ന് അല്ലാഹു തരും, അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ. എണീക്കാൻ കഴിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഒന്ന് എണീറ്റ് മുമ്പിലോട്ട് കടന്നു വരിക. എണീക്കാൻ കഴിയാത്തവർ അവിടെ തന്നെ ഇരിക്കട്ടോ, യാതൊരു നിർബന്ധമില്ല. എണീക്കാൻ കഴിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വരിക, അടുത്തിട്ട് ഇൻഷാ അല്ലാഹ്. സഹോദരിമാർക്ക് എണീക്കാൻ കഴിയുന്നവർ എണീറ്റ് നിൽക്കുക. അതിന്റെ ഇടയിൽ പ്രയാസം ഉണ്ടെങ്കിൽ ഇരിക്കുകയും ചെയ്യാം. ഒക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ മനസ്സ് ഇവിടെ കൊണ്ടുവന്നാൽ മതി. അത് അത്ര ഒറ്റ നിർദ്ദേശമുള്ളൂ. മനസ്സ് ഇവിടെ ആയിരിക്കണം, മനസ്സ് നമ്മുടെ ഈ മജ്‌ലിസിലായിരിക്കണം, വേറെ അങ്ങോട്ടും പോകരുത് ഇൻഷാ അല്ലാഹ്. പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, ഒന്ന് എങ്ങനെയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ ഉപഹാരം നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി നൽകി. നമ്മുടെ വിഴിഞ്ഞത്തുള്ള മക്കളൊക്കെ എന്തൊരു കാര്യം പറഞ്ഞാലും ഏറ്റെടുക്കുന്നവരാണ്. അതാണ് ഇവിടുത്തെ അത്ഭുതം.
നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, കടലിൽ പോയ കുട്ടിയെ ഈ പറയപ്പെട്ട ചെറുപ്പക്കാര് ജീവൻ പണയം വെച്ചിട്ടാണ് എടുത്തു ചാടുന്നത്. ശ്വാസമില്ലാതെ അവര് എടുത്തു ചാടി 2 മൃതദേഹമാണ് ഇപ്പൊ അടുത്തവര് എടുത്ത് കൊണ്ടുവന്നത്. ആ കുടുംബത്തിനൊക്കെ എത്രയോ സമാധാനമായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കളാന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഓരോരുത്തരുടെയും പേര് എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷെ നമ്മുടെ ആ കുട്ടികൾ അൽഹംദുലില്ലാ, അതേപോലെ തന്നെ ചിപ്പിത്തൊഴിലാളികളായ മറ്റ് സഹോദരന്മാര്, കടലിന്റെ മക്കള്, തട്ടുമടിക്കാര്, ഏതെങ്കിലും ഒരാളെ വിട്ടുപോയി എന്ന് പറയരുത് കേട്ടോ. ഇവിടെയുള്ള എല്ലാ ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ തെക്കുംഭാഗം മുസ്ലിം ജമാഅത്തിലെ GCC കൂട്ടായ്മ, നമ്മുടെ പ്രവാസി കൂട്ടായ്മ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ പദ്ധതി പുതിയ പുതിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി അവരൊക്കെ സജീവമാവുകയാണ്. നമ്മുടെ കുട്ടികളാണ് പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് ഒരു GCC കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സംഭാവന അർപ്പിക്കുന്നത്. നമ്മുടെ നേതൃത്വത്തിലുള്ള അതിലുള്ള കാരണവന്മാർ നല്ല പക്വതയുള്ള, നമ്മുടെ ആ ഒരു GCC കൂട്ടായ്മയിലെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ വലിയ പക്വതയുള്ളവരാണ്. അപ്പൊ അവര് റിലീഫായിട്ടും നമ്മുടെ 3 പള്ളികളെ എങ്ങനെയൊക്കെ അവർക്ക് പുരോഗതി കൊണ്ടുവരാൻ കഴിയും അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അതേപോലെ ഭീമാപള്ളി, മറ്റു പരിസര ബാലരാമപുരം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട മുത്തുമണികൾ, അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, അതേപോലെ ഈ വിഴിഞ്ഞത്തുള്ള ആളുകൾ, സഹോദരിമാർ, അതേപോലെ സഹോദരന്മാർ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ചെറുപ്പക്കാർ, മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന 40ഓളം വരുന്ന ഉസ്താദുമാർ, ഇമാമിയങ്ങൾ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് നമ്മളാക്കിയ നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ ആറടി മണ്ണിലുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ വരാൻ കഴിയാത്തവർ, സ്വലാത്തിലേക്ക് ജുമായിലേക്ക് വരാൻ കഴിയാത്ത നമ്മുടെ വാപ്പമാര് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടുണ്ട്. എന്റെ കൈയൊക്കെ പിടിച്ച് എപ്പോഴും വന്നിരുന്ന ആളുകൾ ഇപ്പൊ വരുന്നില്ല, അവര് വീടുകളിൽ വിശ്രമത്തിലാണ്. അവരെ ഈ മഹത്വമായ ദുആയിൽ അവരെ കൂടി ഉൾപ്പെടുത്തുകയാണ്. നമ്മുടെ വല്യമ്മമാർ, അവർ കിടപ്പിലായ ആളുകൾ വരണുണ്ട്, ദുആ ചെയ്യുമ്പോ ആമീൻ കരഞ്ഞുകൊണ്ട് പറയണമെന്നുണ്ട്, പക്ഷെ അവരൊക്കെ കിടപ്പിലാണ്. അവർക്കൊരു സമാധാനവും ശാന്തിയും കിട്ടാൻ അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അതേപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട്, ബിസ്മി ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ കൃത്യമായി അവിടെ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. നിങ്ങളൊക്കെ മനസ്സിൽ കരുതി റാഹത്തോടുകൂടെ കണ്ണ് ചിമ്പി നിങ്ങൾ എന്ത് ചെയ്യുക, ആമീൻ പറയാ. മഹാന്മാരുടെ ഹളറത്തുള്ള സദസ്സാണ്. അതേപോലെ പോകുമ്പോ അന്നദാനുണ്ട്, അതൊക്കെ നിങ്ങൾ ഏറ്റിട്ട് വാങ്ങുക. ഇൻഷാ അല്ലാഹ് ബറക്കത്തിന്റെ ഭക്ഷണമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. വ്യാഴാഴ്ച നടക്കുന്ന സ്വലാത്തിലേക്ക് നിങ്ങൾക്ക് ഭക്ഷണമോ ചീരിയൊക്കെ കൊടുത്തയക്കുക. ഒരു ലിസ്റ്റിൽ എഴുതുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയാ. കിട്ടും, അല്ലാഹു തരും. പടച്ചവനെ തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീൽ അഗ്വാലി വൽ ബലിയാസ് وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها من جميع الخطيئات وتقضي لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات وتقضي لنا بها جميع الحاجات يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين يا أرحم الراحمين. അല്ലാഹുവേ, കൃപയുള്ളവനെ, ദയാലുവേ, പൊറുക്കുന്നവനെ, സ്നേഹമുള്ളവനെ, ഇഷ്ടമുള്ളവനെ, ഞങ്ങളൊന്ന് ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളെ വെറുതെയാക്കല്ലേ അല്ലാഹ്. അധ്വാനിച്ചുകൊണ്ട് നിന്നോട് പറഞ്ഞതെല്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നീ ദയാലുവാണ്, നീ
കൃപയുള്ളവനാണ്, നീ സ്നേഹമുള്ളവനാണ്. ഞങ്ങളുടെ ശരീരങ്ങളും നീ ശുദ്ധമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഹറാമായ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഹറാമായ പാനീയങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, കൈവശങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ കൈവശം ഒഴിവാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പൈശാചികമായ മൂർത്തിയുടെ ശല്യം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിലോ, രക്തങ്ങൾ ഓടുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിലോ പടച്ചവനെ മൂർത്തിയെ നീ ഒഴിവാക്കി തരണേ അല്ലാ. ശൈത്വാന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. ജിസ്മാനിയായ റൂഹാനിയായ ശല്യങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ. മോശമായ ചിന്തകളിൽ നിന്ന് നീ കരകയറ്റണേ അല്ലാ. നല്ലത് മാത്രം ചിന്തിക്കാ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മെമ്മറിയെ നീ ശുദ്ധമാക്കണേ അല്ലാ. അല്ലാഹുവേ, വ്യഭിചാരം പോലെ, പലിശ പോലെ, ഹറാമ് പോലെ, MDM പോലെ, ലഹരി പോലെയുള്ളത് ചിന്തിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ദേഷ്യങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പക ഒഴിവാക്കി തരണേ അല്ലാ. അസൂയ ഒഴിവാക്കി തരണേ അല്ലാ. സിഹ്റ് ചെയ്യുന്നവരിൽ നിന്ന് കാക്കണേ അല്ലാ. സിഗറേറ്റിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, പൂക്കളം വലിയുള്ള തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, സാഹിബ് പൊന്നാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സിഗർ ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, കണ്ണേർ ഒഴിവാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ശത്രുത ഒഴിവാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയവരെ യൂറൂസ് മുബാറക്കിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളെ വാപ്പമാര്, ഉമ്മമാര്, സഹോദരന്മാര്, സഹോദരിമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര് ആരൊക്കെ മരിച്ചുപോയോ അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. ഈ പള്ളി മദ്രസക്ക് വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ വിട പറഞ്ഞു പോയ പല ആളുകളുമുണ്ട്. പടച്ചവനെ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ആരെങ്കിലും ബുദ്ധിമുട്ടോ ശിക്ഷകളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിലോ ഈ മഹത്തമായ ഉറൂസ് മുബാറക്കിന്റെ ബറക്കത്ത് കൊണ്ട് ഇപ്പോൾ തന്നെ നീ രക്ഷ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും യഥാർത്ഥ വീട്ടിലേക്ക് പോവാനുള്ളവരാണ്. ഞങ്ങളുടെ യഥാർത്ഥ വീട്ടിലേക്ക് ഇറങ്ങുമ്പോ ആ വീടിന്റെ രണ്ടറ്റവും കണ്ണെത്താ ദൂരത്തുള്ള വിശാലത ചെയ്യണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങളുടെ വീട്ടിലേക്കും നീ തുറന്നു തരണേ അല്ലാ. കൂരിരുട്ടിൽ നിന്ന് ഞങ്ങളുടെ വീടിനെ പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനി ഞങ്ങൾ ചോദിക്കുന്നത് രോഗങ്ങളാണ്. സർവ രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. വിട്ടുമാറാത്ത പനി, ജലദോഷം, കഫക്കെട്ട് നീ ശിഫ നൽകണേ അല്ലാ. അലർജി ശിഫ നൽകണേ അല്ലാ. മാനസിക അസുഖം ശിഫ നൽകണേ അല്ലാ. ഉൾഭയം നീ ഒഴിവാക്കി തരണേ അല്ലാ. ഉറക്കമില്ലായ്മ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നെഞ്ചുവേദന ശിഫ നൽകണേ അല്ലാ. വയറുവേദന ശിഫ നൽകണേ അല്ലാ. അൾസറിൽ നിന്ന് കാക്കണേ അല്ലാ. വാൾവിന് അസുഖം വരുന്ന അസുഖത്തിൽ നിന്ന് കാക്കണേ അല്ലാ. കാൽമുട്ട് വേദന ശിഫ നൽകണേ അല്ലാ. കൈമുട്ട് വേദന ശിഫ നൽകണേ അല്ലാ. BP പറയുന്ന അസുഖത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പ്രഷർ ഷുഗർ അധികരിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. കാശക്തി നിലനിർത്തി തരണേ അല്ലാ. കാശക്തി കുറയുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, കേൾവി ശക്തി നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, ഉദര സംബന്ധമായ അസുഖത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പുണ്ണിന്റെ അസുഖം ശിഫ നൽകണേ അല്ലാ. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. ബ്രെയിൻ ട്യൂമറിൽ നിന്ന് കാക്കണേ അല്ലാ. പ്രവിശാലമായ പകരുന്ന സാക്ഷി നിർത്തിക്കൊണ്ട് ഹബീബേ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമേ സാക്ഷി നിർത്തിക്കൊണ്ട് റബ്ബേ നിന്നോട് ചോദിക്കുകയാ, നിന്നോടല്ലാതെ
വേറെ ആരോടാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതോ? നീയല്ലേ ഉത്തരം നൽകുന്നതോ? പടച്ചവരെ, നീ ഞങ്ങളുടെ അരികിലുണ്ടല്ലോ. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ, ബ്രെയിൻ ട്യൂമറിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളെ കിഡ്നി നീ നിലനിർത്തി തരണേ അല്ലാ, വൃക്ക തകരാറിലാകുന്ന അസുഖത്തിൽ നിന്ന് കാക്കണേ അല്ലാ, ലിവറിന് തകരാറ് സംഭവിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ, അല്ലാഹുവേ ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ, കീമോ ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ, കിഡ്നി മാറ്റിവെക്കണം എന്നുള്ള ദുരഗതിയിൽ നിന്ന് കാക്കണേ അല്ലാ, അല്ലാഹുവേ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് ലഭിക്കണേ അല്ലാ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, പടച്ചവനെ ലേബർ റൂമിലുള്ളവരെ നീ സുഖപ്രസവം നൽകണേ അല്ലാ, സന്താനമില്ലാത്തവർക്ക് സന്താനത്തെ കൊടുക്കണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, പടച്ചവരെ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികൾ അത്ഭുതപ്പെടുത്തുകയാണ് പടച്ചവരെ, ഒഴുകി വന്നിരിക്കുകയാണ് പടച്ചവരെ, നിന്നോട് ദുആ ചെയ്യാ പൊട്ടിക്കരയാ. ഓരോരുത്തരും മനസ്സിലോരോ ഉദ്ദേശങ്ങൾ കരുതിയിട്ടുണ്ടോ? പടച്ചവരെ, നടപ്പിലാവാതെ പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ, നീ നടപ്പിലാക്കി തരണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ, അനുസരണയുള്ള അച്ചടക്കമുള്ള മക്കളാക്കി തരണേ അല്ലാ, അല്ലാഹുവേ വിടിഞ്ഞത്തുള്ള മക്കളെ എന്ത് പറഞ്ഞാലും ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. റമദാൻ വന്നാൽ അവര് സജീവമാണ്, റബീഉൽ അവ്വൽ വന്നാൽ ഒരു ജമാഅത്തിലുമില്ലാത്ത പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാറുള്ളത്. അത്ഭുതപ്പെടുത്തുന്ന ചെറുപ്പക്കാരാണ് പടച്ചവരെ, അവരുടെ ജോലികളിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, 2 കുഞ്ഞുങ്ങൾ കടലിൽ മുങ്ങിപ്പോയപ്പോ ജീവൻ മരണ പോരാട്ടം നടത്തി 9ഓളം വരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിലോ പടച്ചവരെ, ജീവകാരുണ്യം നടത്തുന്ന എത്രയോ സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ടോ, സഹോദരിമാർ ഈ കൂട്ടത്തിലുണ്ടോ? അല്ലാഹുവേ, അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പ്രവാസികൾക്ക് വേണ്ടിയാണ് ഈ ദുആ ചെയ്യുന്നത്. അവർ ഞങ്ങളെ എല്ലാമാണ്, അവർ പാവങ്ങളാണ് പടച്ചവനെ, കടൽക്കര വിട്ടുപോയിട്ട് കുടുംബത്തിന് വേണ്ടി അവർ അധ്വാനിക്കുകയാണ്. 8-12 മണിക്കൂറാണ് അവർ ചെലവഴിക്കുന്നത്. നിങ്ങളൊക്കെ ഉറക്ക ആമീൻ പറയാ. എല്ലാ പ്രവാസികൾക്കും നീ ആരോഗ്യം നൽകണേ അല്ലാ. അപകടത്തിൽപ്പെട്ടോ മയ്യിത്ത് കടന്നു വരുന്നു, ഈ വാർത്തയിൽ നിന്ന് എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ജമാഅത്തിന്റെ ഒരു കാര്യം GCC കൂട്ടായ ഇവിടെ നേതൃത്വം പറയുമ്പോ അവർ കാർപ്പറ്റ് ആവട്ടെ, റിലീഫ് ആവട്ടെ, എന്തൊരു പ്രവർത്തനം പറഞ്ഞാലും അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ്. അവർ വെയിലത്ത് ജോലി ചെയ്യുന്നവരാണ്, ഉണക്കറൊട്ടി കഴിച്ചിട്ട് ജീവിക്കുന്നവരാണ് പല ആളുകളും. അല്ലാഹുവേ, ആടിനെ വെച്ചുകൊണ്ട് അവർ മരുഭൂമിയിൽ ജീവിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ടോ? അല്ലാഹുവേ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? ലീവ് കിട്ടാത്തവരുണ്ടോ? എല്ലാ പ്രവാസികളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവിടെ സംഭാവനകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയും ഈ ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവർ നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ അവർക്ക് എല്ലാ ഇസ്സത്തും ഹിമ്മത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുആ ചെയ്യുന്നത് കല്ലപ്പള്ളി ഉറൂസ് എന്ന് കേട്ടപ്പോ ബാലരാമപുരത്തിൽ നിന്ന്, കൊല്ലത്തിൽ നിന്ന്, അതേപോലെ ഭീമാപ്പള്ളിയിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്ന് അല്ലാഹുവേ വാഹനം പിടിച്ച് കടന്നു വന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ടോ? യാ അല്ലാ, അവിടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവിടെ കാര്യങ്ങളൊക്കെ നിറവേറി നല്ലൊരു സന്തോഷത്തോടോടെ മടങ്ങിപ്പോവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ.
എല്ലാ വേളാഴ്ചയും സ്വലാത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോ വല്ലാത്തൊരു സുഖമാണ്, ഒരു ആനന്ദമാണ്. എത്ര കടങ്ങളുണ്ടെങ്കിലും പടച്ചോരെ ഒരു മനസ്സമാധാനമാണ്. ഇന്നും ഞങ്ങൾ സ്വലാത്ത് കഴിഞ്ഞ് വിട പറഞ്ഞു പോകുമ്പോ സങ്കടങ്ങളുള്ളവരുണ്ട്, വേവലാതികളുള്ളവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഒരു മനസ്സമാധാനം നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഒരു സഹോദരൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും അതേപോലെ സ്ഥലവും വീടും നോക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. റാഹത്തോടുകൂടെ ഓരോ പ്രൊജക്ടുകളും അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തി റാഹത്തും സന്തോഷവും ആ കുടുംബത്തിന് നൽകണേ അല്ലാ. ഇന്ന് അന്നദാനം നൽകുന്ന സഹോദരന് ഇവിടെ ഒരുപാട് പിരിവ് വന്നിട്ടുണ്ട്. അതേപോലെ ധാരാളം സംഭാവനകള് ഇവിടെ മക്കാമിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ശിഫായിന്റെ വെള്ളം ഇരിക്കുന്നുണ്ട്, കുടിച്ചാൽ നീ ശിവ കൊടുക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാരുണ്ട്, അവിടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. പടച്ചവനെ എല്ലാം നീ നടപ്പിലാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. കുഴഞ്ഞു വീണ് മരിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. നീ തരുന്ന ദീർഘായുസ് നിനക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ജമാഅത്ത് കമ്മിറ്റി, മദ്രസ കമ്മിറ്റി നീ എന്നും റാഹത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെയുള്ള പുരോഗതികളൊക്കെ വളരെ ഫതഹായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ അവസാനിക്കുക. ലോക മുസ്ലിമീകൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഫലസ്തീനികളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഈ മതസൗഹാർദ്ദം നിലനിർത്തി തരണേ അല്ലാ. അവിടെ കാര്യങ്ങളൊക്കെ നീ നടപ്പിലാക്കി കൊടുക്കണേ അല്ലാ. ഈ മതമൈത്രി നിലനിർത്തി തരണേ അല്ലാ. ഈ ജനാധിപത്യം നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ഭരണഘടന സംരക്ഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് അവസാനത്തെ ശ്വാസം ഈമാനോടുകൂടെയാക്കണേ അല്ലാഹ്. പടച്ചവനെ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അവസാനത്തെ ശ്വാസം അല്ലാഹുവേ കണ്ണടക്കുമ്പോ ഈമാനോടുകൂടെ കണ്ണടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുസ്ലിമായി ജീവിച്ച് കാഫിറായി മരിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാനും ഞങ്ങളുടെ ആദർശം ഉറപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാനിൽ നിന്ന് തെറിച്ചു പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മതം ഇട്ടെറിഞ്ഞ് പോകുന്ന എത്രയോ മക്കള് പടച്ചോരെ കാക്കണേ അല്ലാഹ്. മരിക്കുവോളം പടച്ചോനെ മുഅ്മിനായി ജീവിച്ചു അവസാനം അസ്രായിൽ അലൈഹിസ്സലാം വരുമ്പോ പുഞ്ചിരിയോടുകൂടെ സലാം പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. യാ റബ്ബി ബിൽ മുസ്തഫാ بلغ مقاصدنا واغفر لنا ما مضى